ഫൗണ്ടേഷൻ രണ്ടത്താണി വലിയ പറമ്പിൽ നിർമ്മിച്ച 16 വീടുകളുടെ സമർപ്പണമാണ് അടുത്തായി നടക്കാനുള്ളത്. സമർപ്പണം നിർവഹിക്കുന്നത് ബഹുമാനായ കേരള തദ്ദേശ സ്വയംഭരണ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ സാഹിബാണ്. അദ്ദേഹത്തെ സ്നേഹാദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൗഢഗംഭീരവും അർത്ഥഗർഭവുമായ മഹനീയമായ ഈ ചടങ്ങിന്റെ അധ്യക്ഷത വഹിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള ഘടകം അമീർ മതപണ്ഡിത ശ്രേഷ്ഠരുടെ കൂട്ടത്തിലെ പ്രമുഖനുമായിട്ടുള്ള ജനാബ് എം ഐ അബ്ദുൽ അസീസ് സാഹിബ് അവറുകളെ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന എം കെ അബ്ദുറഹ്മാൻ തറുവായ്, വി കെ അലി സാഹിബ്, അബു അബ്ദുള്ള പെരുമ്പിലാവ്, എം സി നസീർ, സുരേന്ദ്രൻ കരിപ്പുഴ, ടി ഷാക്കിർ, എൻ കുഞ്ഞാപ്പു, ബഷീർ പടിയത്ത്, ഡോക്ടർ അൻവർ അമീൻ, സെയ്താലിക്കുട്ടി ഹാജി കുറ്റൂർ, സിഡ്കോയുടെ ചെയർമാൻ നിയാസ് പുളിക്കലകത്ത്, മുഹമ്മദ് കാസിം ചെറുവണ്ണൂർ, ഷറഫുദ്ദീൻ തെയ്യമ്പാട്ടിൽ, സഫിയ അലി, പി സി ബഷീർ, റഹീം പുത്തനത്താണി, നസ്നിയ അബ്ദുൽ ജലീൽ, പി മുജീബ് റഹ്മാൻ, വേദിയിലെ മറ്റു പ്രമുഖരെ, നല്ലവരായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ജഗന്നിയന്താവായ നാഥന്റെ അപാരമായ അനുഗ്രഹം നമ്മുടെ മേൽ സദാ വർഷിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആദ്യമേ പ്രാർത്ഥിക്കുകയാണ്. കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ വർഷങ്ങൾക്ക് മുൻപ് പഞ്ചായത്ത് ഭരണസമിതി എടുത്തുകൊടുത്ത ഭൂമിയിൽ നിരവധി പേർക്ക് വീടുകൾ നിർമ്മിച്ച് ഇന്നതിൻ്റെ താക്കോൽ ദാനം നിർവഹിക്കപ്പെടുകയാണ്. ഇങ്ങനെ ഒരു സൽകൃത്യത്തിന് മുന്നോട്ട് വന്ന പീപ്പിൾസ് ഫൗണ്ടേഷനെ ഞാൻ ആദ്യമേ അഭിനന്ദിക്കാൻ ഈ വിലപ്പെട്ട സമയം ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് വെച്ച് കൊടുക്കുന്നതിന് ലൈഫ് പദ്ധതിക്ക് ഗവൺമെന്റ് തുടക്കം കുറിച്ചിട്ടുണ്ട്. ജനറൽ വിഭാഗത്തിന് 3 ലക്ഷം രൂപയാണ് അടുത്ത സാമ്പത്തിക വർഷം മുതൽ ഗവൺമെന്റ് അനുവദിക്കുക. SC വിഭാഗത്തിന് 4 ലക്ഷം രൂപയും ST വിഭാഗത്തിന് വീട് നിർമ്മിക്കാൻ ആവശ്യമായ തുകയും എന്നുള്ളതാണ് ഇപ്പോൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. വീടില്ലാത്ത ആളുകളുടെ സർവേ കുടുംബശ്രീ മുഖേന നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും സഹായത്തോടെ നിലവിൽ IAY പദ്ധതി പ്രകാരം വീടുകൾ നൽകുന്നുണ്ട്. PMAY പദ്ധതി പ്രകാരം നഗരപ്രദേശങ്ങളിലും വീട് വെക്കുന്നതിന് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ധനസഹായം അനുവദിക്കുന്നു. ഈ വർഷം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിധവകളായിട്ടുള്ള സഹോദരിമാർക്ക് 1200 വീടുകൾ 2.5 ലക്ഷം രൂപ സാമ്പത്തിക സഹായം അനുവദിച്ചുകൊണ്ട് നൽകുന്നതിന് ഗവൺമെന്റ് തീരുമാനിച്ചു.
സർക്കാരിന്റെ സഹായത്തോടുകൂടി ഉണ്ടാക്കപ്പെടുന്ന വീടുകൾ പലപ്പോഴും അതിന്റെ പൂർണ്ണതയിൽ എത്തുന്നില്ല എന്നുള്ള ആക്ഷേപം സജീവമായി നിലനിൽക്കുന്നുണ്ട്. നമ്മളുടെ സംസ്ഥാനത്ത് വീടില്ലാത്ത ആളുകളുടെ എണ്ണം 4 ലക്ഷത്തിലധികമാണ്. സ്വാഭാവികമായും ഗവൺമെന്റിന് ഇത്ര സംഖ്യയെ കൊടുക്കാൻ കഴിയൂ. പീപ്പിൾസ് ഫൗണ്ടേഷനെ പോലെയുള്ള സന്നദ്ധ സംഘടനകൾ ഈ ഒരു ഘട്ടത്തിലാണ് നല്ല ഇടപെടലുകൾ നടത്തേണ്ടത്. ഗവൺമെന്റ് പ്രഖ്യാപിച്ച 3 ലക്ഷത്തിന്റെ കൂടെ തങ്ങളുടെ സംഭാവനയും കൂടി കൂട്ടിച്ചേർത്ത് പ്രാദേശിക തലത്തിലുള്ള സന്നദ്ധ സേവകരെ കൊണ്ട് വീടിന്റെ പണി പൂർത്തിയാക്കിച്ച് താക്കോൽ കൈമാറുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ വീടില്ലാത്തവർക്ക് വീട് എന്ന് പറയുന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയുള്ളൂ. ഗവൺമെന്റിന്റെ പുതിയ പാർപ്പിട പദ്ധതിയോട് ഒരുപാട് സംഘടനകളും സ്ഥാപനങ്ങളും ഇങ്ങനെയുള്ള ഓഫറുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒരു സ്ഥാപനം 1000 വീടുകൾ നിർമ്മിച്ചു കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സർക്കാരിന്റെ 3 ലക്ഷത്തിന് പുറമെ ഒരു വീട് നിർമ്മിക്കുന്നതിന് ആവശ്യമായി വരുന്ന തുക അവരുടെ വിഹിതമായി കൂട്ടുകയും അവര് തന്നെ വ്യാപകമായി വീടിനാവശ്യമായിട്ടുള്ള സാധന സാമഗ്രികൾ വാങ്ങി പണി പൂർത്തീകരിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അവരെടുക്കുവാൻ പോകുന്ന ഒരു സമീപനം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു രീതി പീപ്പിൾസ് ഫൗണ്ടേഷനും അനുവർത്തിച്ചാൽ ഒരുപാട് ആളുകൾക്ക് നമുക്ക് വീടുണ്ടാക്കി കൊടുക്കാനാകും. അസീസ് സാഹിബ് പറയുകയായിരുന്നു, ഏതാണ്ട് 5.5 ലക്ഷം രൂപ ഒരു വീട് നിർമ്മാണത്തിന് വേണ്ടി വന്നു എന്ന്. 3 ലക്ഷം രൂപ സർക്കാരിന്റെ സഹായം കിട്ടിയാൽ 2.5 ലക്ഷം രൂപ അതിന്റെ കൂടെ ചേർത്താൽ മതിയാകും. ഒരു വീടുണ്ടാക്കി കൊടുക്കുന്ന സ്ഥാനത്ത് 2 വീടുകൾ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉളവാകും. അത്തരമൊരു പദ്ധതിയിൽ ഭാഗഭാക്കാകുന്നതിനെ കുറിച്ച് മുഖ്യമന്ത്രിയുമായി സംസാരിക്കുന്നത് നന്നാകും എന്നാണ് എന്റെ വിനീതമായിട്ടുള്ള അഭിപ്രായം. വളരെ നല്ല കാര്യമാണ് പീപ്പിൾസ് ഫൗണ്ടേഷൻ ചെയ്യുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് കിടന്നുറങ്ങാൻ ഒരു വീട് എന്നുള്ളത്. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് കഴിയാത്ത ഒരുപാട് മനുഷ്യരുണ്ട് നമ്മളുടെ നാട്ടിൽ. എന്തുകൊണ്ടാണ് സർക്കാരിന്റെ പദ്ധതികൾ വിജയിക്കാതെ പോകുന്നത്? ഭവനരഹിതരെ സൃഷ്ടിക്കുവാൻ വേണ്ടി ഒരു ഗവൺമെന്റും ശ്രമിക്കില്ല. ഭവനമുള്ളവരെ സൃഷ്ടിക്കുവാനാണ് ശ്രമിക്കുക. വീട് കൊടുത്ത എത്രയോ ആളുകൾ കുറച്ചു കഴിഞ്ഞാൽ വീട് വിൽക്കും. എന്നിട്ട് വീണ്ടും ഭവനരഹിതരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തപ്പെട്ട് സർക്കാരിന്റെ ആനുകൂല്യം വാങ്ങും. ഇത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗവൺമെന്റിന്റെ ആനുകൂല്യം അർഹതപ്പെടാത്തവർ ഒരു കാരണവശാലും വാങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. APL കാർഡിന് അർഹതപ്പെട്ടവരാണെങ്കിലും BPL കാർഡ് കിട്ടാനുള്ള ക്യൂവിന്റെ മുന്നിൽ പഞ്ചായത്ത് ഓഫീസുകളിൽ ചെന്നാൽ അവരെ കാണാനാകും. APL കാർഡിന് അർഹതപ്പെട്ട ഒരാൾ BPL കാർഡ് സാങ്കേതികമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളുടെ പിൻബലത്തിൽ വാങ്ങിപ്പോകുമ്പോൾ അർഹതപ്പെട്ട ഒരു മനുഷ്യന്റെ ആനുകൂല്യമാണ് തട്ടിപ്പറിച്ചു വാങ്ങി പോകുന്നത് എന്നും ഒരിക്കലും പടച്ച തമ്പുരാൻ ആ മഹാപരാധം പൊറുക്കുകയില്ല എന്നും ഓർമ്മിക്കേണ്ടതുണ്ട്. പെൻഷൻ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. ആ പെൻഷൻ വാങ്ങുന്നതിന് ആർക്കൊക്കെയാണ് അർഹത എന്നും ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുണ്ട്.
ദൗർഭാഗ്യവശാൽ സാങ്കേതികമായി സർക്കാരിന്റെ വ്യവസ്ഥകൾ പാലിക്കാൻ ഒരുപക്ഷെ റെക്കോർഡുകളുടെ പിൻബലത്തിൽ കഴിഞ്ഞേക്കാം. യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ്. മനസാക്ഷിക്ക് വിരുദ്ധമായി അങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ വാങ്ങാതെ നോക്കാൻ വിശ്വാസികൾ ശ്രമിക്കണം. നമ്മളിലെ വിശ്വാസി സടകുടഞ്ഞെണീക്കേണ്ടത് അത്തരത്തിലുള്ള ഘട്ടങ്ങളിലാണ്. അർഹതപ്പെടാത്തത്, അവകാശപ്പെടാത്തത് അനുഭവിക്കുന്നതിൽ വിശ്വാസികളെ വിശ്വാസത്തിന് തടയാൻ കഴിയുമ്പോൾ മാത്രമാണ് ആ വിശ്വാസം ജനങ്ങളെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുക. വട്ടംകുളം ഗ്രാമപഞ്ചായത്തിൽ സർക്കാർ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു ചടങ്ങിൽ ഞാൻ ഈ കാര്യം ഉണർത്തുകയുണ്ടായി. കുറച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞങ്ങൾ സെക്രട്ടറിയെ കണ്ടുമുട്ടിയപ്പോൾ സെക്രട്ടറി പറഞ്ഞത് 4 സ്ത്രീകൾ ആനുകൂല്യങ്ങൾ വാങ്ങാതെ പോയി എന്നാണ്. ആളുകൾക്കറിയില്ല ഇങ്ങനെയുള്ള അർഹതപ്പെടാത്തത് വാങ്ങുന്നത് മഹാപരാധമാണ് എന്ന്. ദൈവത്തിന്റെ അടുക്കൽ ഒരിക്കലും പൊറുക്കപ്പെടാത്ത കുറ്റമാണത് എന്ന് അവർക്കാരും പറഞ്ഞു കൊടുത്തിട്ടില്ല. ആളുകളെ കുറ്റപ്പെടുത്തില്ല ഞാൻ. നമ്മളുടെ പള്ളി മെമ്പറുകളിൽ നിന്ന്, മതപ്രഭാഷണ വേദികളിൽ നിന്ന് തീർച്ചയായും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത്. അതാളുകളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ജനങ്ങൾ അത് സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. നമ്മളുടെ രാജ്യത്തും ലോകത്തും വിശ്വാസികളാണ് മഹാഭൂരിഭാഗം. പക്ഷെ വിശ്വാസികളുടെ പ്രാമുഖ്യമുള്ള ഒരു സമൂഹത്തിൽ നിന്ന് കേൾക്കേണ്ടതും കാണേണ്ടതുമല്ല നാം ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും. വിശ്വാസികൾക്ക് സ്വാധീനമുള്ള ഒരു സമൂഹമാണെങ്കിൽ ആ സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ കുറയണം. ചൂഷണം ഏറ്റവും കുറഞ്ഞ അളവിലേ ഉണ്ടാകാവൂ. ആളുകൾ ആളുകൾക്കുമേൽ ആധിപത്യം സ്ഥാപിക്കുന്ന സ്ഥിതി ഉണ്ടാവാൻ പാടില്ല. എല്ലാവരും എല്ലാവരെയും സഹായിക്കുന്ന സാഹചര്യം സംജാതമാവണം. ഒരു നാട്ടിൽ വിശ്വാസികൾ ഉണ്ടോ എന്നറിയാൻ അവിടെ എത്ര പള്ളിമിനാരങ്ങളുണ്ട് എന്ന് നോക്കുകയല്ല വേണ്ടത്. അവിടെ എത്ര ക്ഷേത്ര ഗോപുരങ്ങളുണ്ട് എന്നന്വേഷിക്കുകയുമല്ല ചെയ്യേണ്ടത്. എത്ര ചർച്ചുകളുണ്ട് എന്ന് എണ്ണിത്തിട്ടപ്പെടുത്തുകയും ആവരുത് ചെയ്യേണ്ടത്. ഒരു നാട്ടിൽ ചെന്ന് 4 വീടുകൾ കയറി നോക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരു വീട്ടിൽ പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കണ്ടെത്താനായാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ആ നാട്ടിൽ യഥാർത്ഥ വിശ്വാസികളില്ല എന്ന്. ഏതെങ്കിലും ഒരു വീട്ടിൽ പണമില്ലാത്തത് കൊണ്ട് മാത്രം മംഗല്യഭാഗ്യം ശ്രദ്ധിക്കാതെ കണ്ണീരും കയ്യുമായി കഴിയുന്ന ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് കണ്ടെത്താനായാൽ വിശ്വാസത്തിന്റെ ലേബലൊട്ടിച്ച കപടന്മാരാണ് ആ രാജ്യം മുഴുവൻ എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. രോഗാതുരമായ അവസ്ഥയിൽ പണമില്ലാത്തത് കൊണ്ട് ചികിത്സിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ഒരു മനുഷ്യനെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വീട്ടിൽ കാണാനായാൽ നിങ്ങൾക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാം ആ നാട്ടിൽ യഥാർത്ഥ വിശ്വാസികൾ അല്ല അധിവസിക്കുന്നത് എന്ന്. കഷ്ടപ്പെടുന്നവരും പാവപ്പെട്ടവരും ദുരിതങ്ങൾ പേറുന്നവരും വിശ്വാസികൾക്ക് പ്രാമുഖ്യമുള്ള ഒരു നാട്ടിൽ ഉണ്ടാവില്ല. ആളുകൾ ആളുകളെ ചൂഷണം ചെയ്യുന്ന അവസ്ഥയും അവിടെ കാണാനാവില്ല. ആരാധനാലയങ്ങൾ കേവലം ആരാധനാനുഷ്ഠാനങ്ങളുടെ നിർവഹണത്തിന് വേണ്ടി മാത്രമുള്ളതല്ല.
ഒരു ആരാധനാലയത്തിന്റെ മുറ്റത്ത് വന്നു നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യൻ, ഒരു നിരാലംബൻ